എൻ്റെ അച്ഛന് 2 കിഡ്നി മാറ്റി വെക്കണം. അപ്പോൾ എല്ലാവരും സഹായിക്കണം ഞങ്ങളെ. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ്. രാകേഷ് ഏട്ടൻ്റെ 2 കിഡ്നിയും ഫെയിലായി കണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മാറ്റിവെക്കണം. ഈ നാടൊന്നാകെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ആ സഹോദരനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ. ഞാൻ അഷ്റഫ് കൂക്കൂർ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി താലൂക്കിലെ നന്നമുക്ക് പഞ്ചായത്തിലെ തരിയത്ത് എന്ന പ്രദേശത്ത് ജാസ്മിൻ എന്ന ഒരു ക്വാർട്ടേഴ്സിലാണ് ഉള്ളത്. ഞാനിവിടെ വരാൻ കാരണം ഈ നാട്ടിൽ വന്ന് കഴിഞ്ഞ 10-15 വർഷമായി സ്ഥിരതാമസക്കാരനായി മാറിയ രാകേഷ്, 46 വയസ്സ്, 2 കുട്ടികളും പ്രായമായ അമ്മയും കഴിഞ്ഞുകൂടുകയാണ്. ഇടക്കാലത്ത് വന്ന് പിടിപെട്ട രോഗം ഈ വാടക ക്വാർട്ടേഴ്സിൽ പോലും വാടക കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഈ കുടുംബത്തെ ഈ രോഗം തളർത്തിയിരിക്കുകയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ മറ്റൊന്നുമില്ല. അവസാനം അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഇക്കറ ആശുപത്രിയിൽ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കിഡ്നി കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അവരുടെ ഓപ്പറേഷന് വേണ്ട വലിയ ഒരു സാമ്പത്തിക സഹായം നിങ്ങൾ ഓരോരുത്തരുടെയും കഴിവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എനിക്ക് വളരെ കാലം നിങ്ങൾക്ക് അറിയാവുന്ന രാജേഷ് വൃക്ക സംബന്ധമായ അസുഖമായിട്ട് ഇപ്പോൾ ചികിത്സയില്ല. നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കും. നമസ്കാരം, ഞാൻ മിസ്രിയ സൈഫുദ്ദീൻ, നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. എൻ്റെ പഞ്ചായത്തിൽ 15 വർഷമായി സ്ഥിരതാമസക്കാരനാണ്. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഒറ്റമുറി വീട്ടിലാണ് രാകേഷും ഈ കുടുംബവും താമസിക്കുന്നത്. അവർക്കൊരു വീടോ സഹായിക്കാൻ ജ്യേഷ്ഠനാനിയന്മാരോ മറ്റോ ആരുമില്ല. ഈ ഒരു കുടുംബത്തെയാണ് നമ്മൾ എല്ലാവരും കൂടി സഹായിക്കേണ്ടത്.